രണ്ടാം നിലയിൽ ഷീറ്റ് ചെയ്യുമ്പോൾ കാറ്റടിച്ച് പറന്നു പോകുമോ എന്ന പേടിയുണ്ടോ? സ്ട്രക്ചർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. സാധാരണ താഴെ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് രണ്ടാം നിലയിൽ ഷീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് സ്ട്രക്ചർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ കാറ്റ് പിടിച്ച് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഭിത്തിയുമായിട്ട് എങ്ങനെ താഴത്തെ കോൺക്രീറ്റുമായിട്ട് എങ്ങനെ ഉറപ്പിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. വെറുതെ മേലെ കുറച്ച് സിമെന്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായില്ല. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കാണ്. അതായത് വർക്കിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എങ്ങനെ ഉറപ്പിക്കുന്നു, എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു, രണ്ടാം നിലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ചൂട് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം, പിന്നെ ചിലവ് കുറക്കാൻ എങ്ങനെ ചെയ്യണം, അത് കഴിഞ്ഞ് ഭാവിയിൽ റൂം എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ അങ്ങനെ എല്ലാം കൂടി ഒത്തൊരുമയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ വീഡിയോ പരമാവധി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നോർമൽ ഒരു 10-20 വർഷം പഴക്കമുള്ള ഒരു നോർമൽ വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ നമ്മൾ മൊത്തമായിട്ട് റൂഫ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം നേരത്തെ ഒരു സ്റ്റെയർ കേസ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉൾപ്പെടെ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പതിവ് പോലെ ആദ്യം തന്നെ പൈപ്പ് സെറ്റ് ഇറക്കിയിട്ട് പ്രൈമറൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തൂണുറപ്പിക്കുന്ന കാര്യങ്ങളാണ്. തൂണുറപ്പിക്കാൻ വേണ്ടി നമ്മളായിട്ട് മെയിനായിട്ട് പ്ലേറ്റ് അടിച്ചിട്ട് ബോൾട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. പ്ലേറ്റ് ബോൾട്ട് ചെയ്യുമ്പം നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ഭിത്തി വരുന്നിടത്ത് തന്നെ തൂണൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് വാർപ്പിൻ്റെ എഡ്ജിലോട്ടോ സൈഡിലോട്ടൊക്കെ കയറി തുളച്ച് പിന്നെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ റൂമൊക്കെ എടുക്കുമ്പോൾ ഭിത്തി കെട്ടണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യുമ്പോഴേ നമ്മൾ അതിന് പറ്റുന്ന രീതിയിൽ തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അപ്പം പിന്നെ കറക്റ്റ് ഭിത്തി എവിടെ വരുന്നു ആ ലെവൽ നോക്കിയിട്ട് പിന്നെ തൂണ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ ഒരു ഇത് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റിന് കാലപ്പഴക്കം കൊണ്ട് കംപ്ലൈൻ്റ് ഉള്ള കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ സൈഡിലൊക്കെ തുളച്ച് കഴിഞ്ഞിട്ട് അവിടെ തൂണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷെയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ അതെല്ലാം കൂടി അടന്ന് പൊളിഞ്ഞ് താഴെ വരും. അപ്പം അതൊക്കെ ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും പിന്നെ ഇത് കണ്ടില്ല, ഇപ്പം ഇത് വച്ചിരിക്കുന്നതാണ് തന്നെ സൈഡിൽ പാരപ്പറ്റുണ്ട്. അപ്പോൾ പാരപ്പറ്റോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ കുറച്ച് വൃത്തിയും പിന്നെ എളുപ്പപ്പണിയുണ്ടാവും. കാരണം പിന്നെ സ്ഥലം ഉള്ളിൽ കുറച്ച് സ്ഥലം, പക്ഷേ അതൊക്കെ പിന്നീട് നമുക്കതൊരു അബദ്ധമായി മാറും. കാരണം എന്തെങ്കിലും പൊട്ടിപ്പോവുകയോ, കാരണം കാലപ്പഴക്കം കൊണ്ട്, കാരണം കോൺക്രീറ്റ് അല്ലേ, അതിന് എന്തെങ്കിലും ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തൂണൊക്കെ ഒരു തൂൺ ഇളകിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ചെയ്ത് വെച്ചിരിക്കുന്ന റൂഫിങ്ങിനെ മൊത്തത്തിൽ അത് ബാധിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പം അതാണ് മെയിനായിട്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ പ്ലേറ്റൊക്കെ വെച്ച് അടിച്ചിട്ട് അതിൽ വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് മാത്രം ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ ലാസ്റ്റൊക്കെ നമ്മൾ കോൺക്രീറ്റും കൂടി ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൊത്തത്തിലൊരു ബലം കിട്ടുള്ളൂ. പിന്നെ എല്ലാ തൂണും കൂടി ഒരു ബന്ധം വരുമ്പം കുറച്ച് ബലം വരും. എന്നാലും കോൺക്രീറ്റും കൂടി ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. പ്രത്യേകിച്ചും രണ്ടാം നിലയിലൊക്കെ ചെയ്യുന്ന വർക്കാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സേഫ്റ്റിയിൽ ചെയ്യുക. കാരണം എന്തെങ്കിലും പിന്നെ പൊളിഞ്ഞ് പോയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ തൂണൊക്കെ കൊടുക്കുമ്പോൾ തീരെ മെല്ലിച്ച തൂണ് കൊടുക്കാതെ കുറച്ച് വലിപ്പത്തിലുള്ള തൂണ് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ 3x3 പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലവർ 1.5 ഇഞ്ച് പൈപ്പിനും 2 ഇഞ്ച് പൈപ്പിനൊക്കെ കൊടുത്തിട്ട് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ 3 ഇഞ്ചിൻ്റെ സ്ക്വയറാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ തൂണിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ വെക്കേണ്ട ബീമിൻ്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തൂണിട്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒരു 11.5 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 11.5 അടി ഹൈറ്റ് കൊടുക്കാൻ കാരണം നമ്മൾ അവിടുത്തെ ഒരു ഈ വാർപ്പ് കണ്ടോ, അതായത് ഒരു സ്റ്റെയർ കേസ് റൂമും ഒരു റൂമും കൂടി ഉണ്ട്. അപ്പോൾ ആ റൂമിന് മുകളിൽ നേരത്തെ ഒരു കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിനെക്കാട്ടും പിന്നെ ഒറ്റക്കോടി വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിൽ റൂഫ് പോകുന്ന ഹൈറ്റ്, പിന്നെ റൂം ഭാവിയിൽ ഇവർക്ക് ആ ഷെയ്ഡ് തട്ടിക്കളഞ്ഞിട്ട് മൊത്തത്തിൽ റൂമാക്കണം എന്നൊക്കെയുള്ള പ്ലാന് ഇങ്ങനെ ഉണ്ട്. പക്ഷേ എടുക്കുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. അപ്പോൾ എടുക്കണമെങ്കിൽ പിന്നെ അതിനുള്ള ഹൈറ്റും കൂടി കൊടുക്കണം. അപ്പോൾ 11 അടി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നോർമൽ ഹൈറ്റായി. പിന്നെ ഇത് ഒരടി സീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 10 അടി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള വീടിൻ്റെ മണ്ടയിൽ റൂഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം നിലയിൽ ചെയ്ത് കഴിയുമ്പോൾ റൂം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എപ്പോഴും മിനിമം ഒരു 9.5 അടി അല്ലെങ്കിൽ ഒരു 10 അടിയെങ്കിലും മിനിമം ഇടാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 11 അടിയിൽ മേലെ ഉണ്ടെന്ന്. അപ്പോൾ അത്രയെങ്കിലും ഇടാൻ ശ്രമിക്കുക. 8 അടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ പിന്നെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ 8 അടി ഹൈറ്റല്ലേ കിട്ടുള്ളൂ. ഒരു സീലിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടിയൊക്കെ താഴും. അപ്പം ചൂടിൻ്റെ പ്രശ്നം കൂടി വരും. അപ്പം അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാനുള്ളത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പരമാവധി ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചൂട് കുറയും. അപ്പോൾ സീലിങ്ങും ഈ ഷീറ്റും തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചൂട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും കൂടി ഹൈറ്റ് പരമാവധി കിട്ടാൻ പറ്റുന്ന ഹൈറ്റ്, അതായത് ഒരു 11 അടിയിലൊക്കെ കൂടി ഒരു 14-15 അടിയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തൂണിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയൊന്നും കൊടുക്കണമെന്നല്ല പറയുന്നത്. ഒരു മിനിമം ഒരു 10 അടിയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാം നിലയൊക്കെ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീരെ ലോ ക്വാളിറ്റി ഷീറ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പയറിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ചെയ്ത് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും തുരുമ്പെടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും ബാധിക്കും. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടിയൊക്കെ നല്ല ഷീറ്റ്, ഇതിപ്പോൾ നമ്മൾ 4.7 ഷീറ്റാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു 4.0 എങ്കിലും 3.5 എന്ന് പറയുമ്പോൾ തീരെ കുറഞ്ഞ ഷീറ്റായില്ലേ.
റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നോർമൽ യൂസേജിനൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ 3/5 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം റൂമൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുമ്പം പിന്നെ നമ്മളൊരു സീലിംഗ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഷീറ്റൊക്കെ റിപ്പയർ ചെയ്യുമ്പം പിന്നെ എന്തെങ്കിലും ഇളകുകയോ പിടിക്കുകയൊക്കെ ചെയ്ത് സീലിങ്ങിലൊക്കെ വീണ് സീലിംഗൊക്കെ പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണല്ലോ. അതുകൊണ്ട് അപ്പം റിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും മറ്റ് സംഭവങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരും. എത്ര ശ്രദ്ധിച്ചാലും പൊട്ടിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ളവർ അത്യാവശ്യം നല്ല ഷീറ്റ് തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ അത് ചെറിയൊരു 10,000 20,000 രൂപയുടെ ഡിഫറൻസിന് വേണ്ടിയിട്ട് ഷീറ്റിൻ്റെ ലാഭം നോക്കി ചെയ്യരുത്. അതുപോലെ തന്നെ രണ്ടാം നിലയിൽ സ്ട്രക്ചർ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തീരെ ക്വാളിറ്റി കുറഞ്ഞ പൈപ്പുകൾ, അതായത് അതായത് എങ്ങനെയെങ്കിലും ഷീറ്റ് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലൊന്നും ചെയ്യാതിരിക്കാൻ പലരും ശ്രമിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഫീൽഡിലുള്ളവർ തന്നെയാണ് നമ്മുടെ ഈ ഫീൽഡിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്തും കാണിച്ചു വെക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഫീൽഡിൽ വന്നിട്ടുണ്ട്. അപ്പം 3 കൊന്നരയുടെ പൈപ്പ് ഇടേണ്ട അടുത്ത് 2 കൊന്നൊക്കെ ഇട്ട് ചെയ്ത് വെക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്നാ പറയണ്ടേ, അതൊക്കെ ഒന്ന് നമ്മുടെ ആ ഫീൽഡിനെ നശിപ്പിക്കുന്നതും പിന്നെ വീട്ടുകാരോട് ചെയ്തു എടുക്കുന്ന പാതകമായിട്ടാണ് പറയുക. അപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിനായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ തന്നെയാണ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി ചെയ്യേണ്ടത്. നമ്മുടെയും കൂടി ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കണക്കൂട്ടണം. ഇപ്പം റൂഫൊക്കെ ചെയ്തത് ഒത്തിരി സ്ഥലത്ത് നോർമൽ കാറ്റിനൊക്കെ അടിച്ചു പിടിച്ച് താഴെ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റടിച്ച് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിന് ആര് സമാധാനം പറയും? വീട്ടുകാർ പറയും അയ്യോ അതാ പണിക്കാരൻ ചെയ്ത് വെച്ചിട്ട് പോയ കംപ്ലൈൻ്റ് ആണ്, അതാ അവർ അങ്ങനെ ചെയ്തിട്ട് എന്നാൽ പിന്നെ അവർ പറഞ്ഞു തരണ്ടേ കട്ടിക്കിടണം. അപ്പോൾ പക്ഷേ ഇവരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ സംഭവം എങ്ങനെയെങ്കിലും ചെയ്തു വെക്കാൻ. പക്ഷേ വീട്ടുകാരൻ അന്നേരം കൈമലർത്തും. പിന്നെ അന്നേരം പണി ചെയ്തവൻ്റെ പേരിലിരിക്കും കുറ്റം. കേസൊക്കെ വന്നാൽ പോലും അവർ അതിൻ്റെ എല്ലാം കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 10 കൊട്ടേഷനെങ്കിലും പോയാലേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വർക്ക് എങ്ങനെയെങ്കിലും ചെയ്തു വെക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് പിന്നെ എല്ലാവരും കൂടി നമ്മുടെ ഫീൽഡിനെ നശിപ്പിച്ച് വെക്കരുത്. കാരണം പിന്നെ എന്തെങ്കിലും പറ്റിയിട്ടോ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് കുളമായിട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ കണ്ടിട്ടുണ്ട് ഇതേപോലെ റേറ്റ് കുറഞ്ഞ വർക്കൊക്കെ പിടിച്ചിട്ട് നഷ്ടമാണെന്ന് തോന്നുമ്പം ഇട്ടിട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വീട്ടുകാരും കുറേയൊക്കെ ശ്രദ്ധിക്കണം. കാരണം എങ്ങനെയെങ്കിലും ഇപ്പം 10 പേര് കൊട്ടേഷൻ പറഞ്ഞു, ഒരാൾ 2 ലക്ഷം പറഞ്ഞത് അടുത്ത ആൾ ചിലപ്പോൾ 1.5 ലക്ഷം ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒന്നും ആളുകൾക്ക് അറിയേണ്ട കേസില്ല. പിന്നെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ട്, എങ്ങനെയെങ്കിലും ചെയ്തു വെക്കുക എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെറാമിക് റൂഫ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതൊരു ടീം ഇതേപോലെ ചെയ്ത് പിന്നെ അവർ ഏറ്റവും കുറഞ്ഞ റേറ്റിനെടുത്തു. വീട്ടുകാർ അവരോട് പറഞ്ഞ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കൊടുക്കുകയും ചെയ്തു. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം എങ്ങും എത്താത്ത അവസ്ഥ വന്നപ്പോൾ സ്ട്രക്ചറൊക്കെ അടിച്ച് കുളമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആ വർക്ക് വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു നിർത്തിക്കോന്ന്. അപ്പം അവർക്കും നഷ്ടം, വീട്ടുകാരനും നഷ്ടം. അപ്പം അവരെ നമ്മളെ നിരന്തരം കുറേ തവണ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം അവർ പറഞ്ഞതിനെക്കാട്ടൊക്കെ എത്രയോ പൈസ കൂട്ടിയിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. കാരണം പകുതി സ്ട്രക്ചർ അടിച്ചു വെച്ചിരുന്നു, സ്ട്രക്ചറൊക്കെ മൊത്തം പൊട്ടിക്കേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടേണ്ട റേറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ പണി ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ പണിക്ക് വരില്ല. ഇപ്പോൾ കുറഞ്ഞ റേറ്റിന് എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടില്ല. നമ്മൾ പറയുന്ന രീതിക്ക് ആ മെറ്റീരിയലൊക്കെ മാറ്റണമെങ്കിൽ മാറ്റണം, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാര്യമായി ചെയ്ത വീഡിയോ ഉണ്ട്, പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പേജിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ചെയ്തു വെച്ചത് നമ്മൾ അന്ന് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് വളരെ മറ്റുള്ളവരെ മോശമാക്കി ചെയ്യാത്ത രീതിയിൽ നമ്മളത് അങ്ങനെ പറഞ്ഞൊപ്പിച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ പിന്നെ അവരെ ചെയ്യുന്ന ആളും നമ്മൾ അറിയുന്ന ആൾക്കാരാണ്, പക്ഷെ അവരോട് പറയുന്നത് മോശമല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഹൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ചൂടിനുള്ളത് മെയിനായിട്ടുള്ള സംഭവം. പിന്നെ ഉള്ളത് ചെരിവ് കൊടുക്കുമ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല ചെരിവ്, മലയോര പ്രദേശത്തൊക്കെ ചെയ്യുമ്പോൾ നല്ല ചെരിവ് കൊടുക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. കാരണം ചപ്പൊക്കെ വീണ് തുരുമ്പെടുത്ത ഷീറ്റ് നശിക്കാതിരിക്കാൻ പിന്നെ ഒഴുകി പോകാതിരിക്കാനൊക്കെ ഉപകാരം എപ്പോഴും പിന്നെ അത്യാവശ്യം ചെരിവ് കൊടുക്കുന്നതായിരിക്കും. ചപ്പ് ഒക്കെ കൂടി കിടന്നു കഴിഞ്ഞാൽ ഷീറ്റ് തുരുമ്പെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. മലയോര പ്രദേശങ്ങളിൽ ഈ പിന്നെ ചപ്പ് ചവറുകളുടെ ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ കണ്ടില്ലേ, ഒത്തിരി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ വർക്കിലേക്ക് വരാം. വർക്ക് ഏകദേശം ഇതാണ്, പട്ടികയുടെ പണി എത്തിയിട്ടുണ്ട്. കഴുക്കോലൊക്കെ വെച്ച് പിന്നെ പട്ടികയുടെ പണിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പട്ടിക പിന്നെ നമ്മൾ 1:1 പട്ടിക അടിച്ചിരിക്കുന്നത്, കഴുക്കോൽ അടിച്ചിരിക്കുന്നതാണ് 3:1 1.5 ഉത്തരവ് അതുപോലെ തന്നെ 3:1 കൊടുത്തിരിക്കുന്നത്. തൂണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 3:3 തൂണാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പം പിന്നെ നമ്മൾ ആ 11 അടി ഹൈറ്റ് കൊടുത്തിട്ട് പോലും അപ്പുറത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ ഹൈറ്റ് അതിനെക്കാട്ടും പിന്നെ കൂട്ടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നുകൊണ്ട് വാട്ടർ ടാങ്ക് കൂടി കൊടുക്കുമ്പോൾ ഒരു 3 അടിയും കൂടി ഇനി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും.
അപ്പോൾ അത്രയും ഹൈറ്റ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ ടാങ്കിന് നമ്മൾ സെപ്പറേറ്റ് ഒരു റൂഫാണ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ പട്ടികയുടെ വർക്കൊക്കെ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആകാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ പാത്തിയുടെ വർക്കാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ അവിടെ തന്നെ ക്ലാമ്പിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം വെക്കുന്നത് യൂറോ കാർഡിൻ്റെ പിന്നെ വൈറ്റ് പാത്തിയാണ് വെക്കാൻ പ്ലാനുള്ളത്. 6 ഇഞ്ച് പാത്തിയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 15 അടി 16 അടി ഷീറ്റാണ് ഇടുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പാത്തിയാണ് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം ഇത് ഈ ഏരിയ ഉണ്ട്, ഈ ഏരിയയിൽ കുറച്ച് ഭാഗം നമ്മൾ നേരത്തെ ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടാറ്റയുടെ ഷീറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ടാറ്റയുടെ ഷീറ്റിൽ പിന്നെ ചെയ്തതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ അല്ല, അങ്ങനെയല്ല, അതിന് കുറേ തുരുമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തുരുമ്പ് വരാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് കയറി കാണാൻ ശ്രമിക്കും. ഇവിടെ അതിൻ്റെ വർക്ക് കഴിയുമ്പോഴത്തേക്കും തന്നെ ഏകദേശം നമുക്ക് അടിക്കാനുള്ള ഷീറ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഷീറ്റ് നമ്മൾ ഇപ്രാവശ്യം ഓക്സിയുടെ 47 ഷീറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. ഇപ്രാവശ്യം നമ്മളെല്ലാം അൺസൈസ് ഷീറ്റാണ്, അതായത് കടയിൽ കിട്ടുന്ന അളവല്ല, അല്ലാതെ തന്നെയുള്ള അൺസൈസ് ഷീറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കാരണം കുറേ ചെരുവും കാര്യങ്ങളും കുറേ കട്ടിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങോട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ വേറെ വേറെ അളവിലാണ് വാങ്ങിയിട്ടുണ്ടായത്. അത് തന്നെ കമ്പനിയിൽ നിന്നാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയിൽ നിന്ന് അങ്ങനെയുള്ള അളവിലൊക്കെ നമുക്ക് അടിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട്. ഇനി കുറച്ച് പണികൾ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പാത്തിക്ലാം ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു, കുറച്ച് പണി ബാക്കിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെൽഡിങ്ങിൻ്റെ അടുത്ത് വെൽഡ് ചെയ്തെടുത്തെല്ലാം പ്രൈമർ ടച്ച് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കുറേ പണികൾ ബാക്കിയുണ്ട്. പ്രാവശ്യം നമ്മൾ പ്രൈമർ മാത്രമേ അടിക്കുന്നുള്ളൂ കേട്ടോ. പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഒറ്റക്കോട്ട് പ്രൈമറിൽ നമ്മൾ പണി നിർത്തുകയില്ല. അപ്പോൾ അത്രേ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കോടിയുടെ സൈഡിൽ കൂടെ 2 പൈപ്പ് വെച്ചിട്ടുണ്ട്, 1 ഇഞ്ചിൻ്റെ 2 പൈപ്പ്. പിന്നെ അത് ഷീറ്റ്, അതായത് കോടി ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ പിന്നെ കറക്റ്റ് സീറ്റിംഗായി നിൽക്കാനും അതിന് സ്ക്രൂ ചെയ്യാനും അത് തൂങ്ങി നിൽക്കാതിരിക്കാനൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ റേറ്റ് പറയുമ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന സംഭവമാണ്. ഈ 2 പൈപ്പ് കുറഞ്ഞാൽ തന്നെ അത്രയും റേറ്റ് കുറഞ്ഞില്ലേ. ഇപ്പം ഒരു സൈഡിലേക്ക് 2 പൈപ്പ് വേണമെങ്കിൽ 4 സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ 8 പൈപ്പ് വേണ്ടേ. 8 പൈപ്പിന് തന്നെ ആയില്ലേ അത്രയും പൈസ. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പം ഇതിൻ്റെയൊക്കെ റേറ്റ്, മൊത്തത്തിൽ റേറ്റ് പറയുമ്പോൾ ഇതൊക്കെ ഭയങ്കര ബാധിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പൈസയും അതിൻ്റെ പണിയും കുറഞ്ഞില്ല, നല്ല പണിയും വരും. കാരണം ഷീറ്റ് പൈപ്പൊക്കെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് ആൾക്കാർ എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മളെ പണിയുടെ ഇടയ്ക്ക് പ്രതീക്ഷിക്കാതെ ഇന്നലെ കൊണ്ടുപോയിട്ട് ഷീറ്റ് വൈകുന്നേരം ഇറക്കിയിട്ടാണ്, ഇന്നലെ ഉച്ചയ്ക്ക് ഇറക്കിയിട്ടാണ്. അപ്പോൾ വൈകുന്നേരം രാത്രിക്ക് മഴ പെയ്ത് ചളിക്കുളമായി. വലിയ മഴ എന്ന് പറയുമ്പോൾ എന്നാലും അത്യാവശ്യം ശക്തമായ മഴ. പാത്തിയെല്ലാം ചളിയെ പിടിച്ച് ഷീറ്റെ പിടിച്ചു, അതെല്ലാം തുടക്കേണ്ടെല്ലാം വന്നു. അതിൽ പിന്നെ പ്രതീക്ഷിക്കാതെ പഴയ വാർപ്പിൻ്റെ ഉള്ള ചെളിയെല്ലാം കൂടി കയറിയിട്ട് പാത്തിയെല്ലാം ഉണക്കേണ്ടി വന്നു. അപ്പം മഴ പെയ്തവർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം, ഈ ടൈമിൽ മഴയൊക്കെ കിട്ടിയവർ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പിന്നെ പാത്തി വെക്കുന്ന പണിയെല്ലാം തുടങ്ങി. പാത്തിയുടെ മെയിൻ പ്രശ്നം ഇത് തന്നെ കഴിഞ്ഞാൽ ജോയിൻ്റ് കാര്യങ്ങളൊക്കെ. ജോയിൻറ്റിന് സിലിക്കോണാണ് നമ്മൾ ഇടൽ. സിലിക്കോണ് വെതർ ഇട്ട് കഴിഞ്ഞാൽ പോലും പിന്നെ ഈ പാലെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ലീക്കാകുന്ന പ്രശ്നമുണ്ട്, അത് പൊളിയുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതായത് ചളിയൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും സംഭവം പൊളിയുന്ന വിഷയങ്ങളുണ്ട്. അപ്പം അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ചെക്കൻ പെയിൻറ്റിങ്ങിൻ്റെ പണിയും കൂടി നടക്കുന്നുണ്ട്. പെയിൻറ്റിങ് ഇന്നലെ തീർന്നിട്ട്, അപ്പോൾ അതിൻ്റെ പണിയും കൂടി നടക്കുന്നുണ്ട്. പിന്നെ അത് ആ വാട്ടർ ടാങ്ക് കണ്ടോ, വാട്ടർ ടാങ്ക് പൊക്കിയിട്ട് വേറെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, 2 സൈഡിലോട്ട് ചെയ്താക്കിയിട്ട്. അപ്പോൾ ഈ വാട്ടർ ടാങ്ക് ഇതുപോലെയുള്ള എല്ലാ സ്ഥലത്തും തന്നെ കാണും. വാട്ടർ ടാങ്ക് ഇതുപോലെയുള്ള പൊക്കി ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വാട്ടർ ടാങ്ക് താത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രഷർ പമ്പൊക്കെ കൊടുക്കേണ്ടി വരില്ലേ, പോസ്റ്റർ മോട്ടറൊക്കെ കൊടുക്കേണ്ടി വരും, അത് പ്രശ്നമല്ല. അപ്പോൾ മറ്റു പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഷീറ്ററിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സൈഡിലോട്ട് 15.5 അടിയുടെ ഷീറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കട്ടിങ് വരും. പിന്നെ നമ്മൾ കോടി ആയതുകൊണ്ട് ആകെ മെയിനായിട്ട് ഷീറ്റ് 4 വരുന്നുള്ളൂ, ബാക്കിയെല്ലാം കട്ടിങ് ഷീറ്റാണ്. അപ്പോൾ കട്ടിങ് എല്ലാം പരമാവധി നമ്മൾ താഴെ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഷീറ്റ് കയറ്റുന്നത്. കട്ടിങ് ചെയ്ത് കുറേ പരമാവധി തുടച്ചിട്ട്, അല്ലെങ്കിൽ കട്ടിങ് ഒക്കെ പൊടി വീണ് കഴിഞ്ഞാൽ തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. പിന്നെ ലാസ്റ്റ് മൊത്തം സ്ക്രൂ എല്ലാം അടിച്ചതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ലാസ്റ്റ് ഒന്ന് ഫുള്ള് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇങ്ങനത്തെ പണി ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വർക്കിന് നമുക്ക് മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് 2,60,000 രൂപയാണ്. ഈ വർക്കിന് മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് ഫുള്ള് പിന്നെ മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള കോസ്റ്റാണ് വന്നിരിക്കുന്നത്. പാത്തി, സ്ക്വയർ പാത്തിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്തിയുടെ ഇനി വെള്ളം പോകാനുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പിടിപ്പിക്കണം, അതിനുള്ള റേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഒഴികെ ബാക്കിയുള്ള പൈസയാണ് ഈ റേറ്റ്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ചെയ്ത ഒരു വർക്കാണ്. പോർത്തോൻ്റെ ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഷീറ്റിനാണ് തന്നെ കമ്പനി 15 വർഷം വാറണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട്. വാറണ്ടിയിലൊന്നും നമ്മൾ പിന്നെ വലിയ ഇത് കൽപ്പിക്കുന്നില്ല, കാരണം 15 വർഷം കഴിയുമ്പോൾ ഇത് കാര്യമല്ലേ. വാറണ്ടിയൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഷീറ്റിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവമാണ് വാറണ്ടി. അല്ലാണ്ട് കുറേ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഷീറ്റിൻ്റെ വാറണ്ടിയെ കുറിച്ച് അന്വേഷിച്ചൊന്നും ആരും പോകാൻ നിൽക്കില്ല.
അതുകൊണ്ടാണ് അവരത് ധൈര്യപൂർവ്വം കൊടുക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങനെ പറയില്ല. എങ്കിലും അവർ കൊടുക്കുന്ന 15 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു 10-25 വർഷമൊന്നും ഷീറ്റ് ഇട്ടിട്ട് കുഴപ്പമുണ്ടാവില്ല. കാരണം ഞങ്ങൾ 20-15 വർഷം ഒക്കെ ആയ ഷീറ്റുകളൊക്കെ നമ്മൾ ഇട്ടിട്ട് ഉള്ളതുണ്ട്. നമ്മളെ ഇവിടുത്തെ വർക്കിന് മെയിനായിട്ട് അനുഭവിച്ചൊരു പ്രശ്നം ഭയങ്കര ചൂടാണ്. 11 മണിയൊക്കെ ആകുമ്പോൾ നല്ല ചൂടാണ്. അപ്പം നമ്മൾ രാവിലെ ഒരു 10-15 മണി കഴിയുമ്പോൾ അത് കഞ്ഞി കുടിക്കും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറുള്ളതൊന്നുമില്ല. വത്തക്ക, കരിക്ക് അങ്ങനെയുള്ള സംഭവമാണ്. കരിക്ക് പറഞ്ഞാൽ കറക്റ്റ് ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. തെങ്ങ് വലിച്ചു കെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ചങ്ങായി നമുക്ക് കരിക്കെല്ലാം പറിച്ച് സെറ്റാക്കി തന്നെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല സംഭവമാണ്. അപ്പോൾ പിന്നെ ചൂടിന് പണിയെടുക്കുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. ഭയങ്കര ചൂടെല്ലാം ഉച്ച സമയത്ത് കുറച്ച് സമയം വർക്കെല്ലാം നിർത്തി വെച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ കയറിയിട്ട് പരമാവധി നൈറ്റ് വരെ എടുക്കുക. രാവിലെ അതേപോലെ കുറച്ച് നേരത്തെ പണി തുടങ്ങുക. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ വെയിൽ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഷീറ്റിടൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഷീറ്റ് മെയിൻ ഞാൻ പറഞ്ഞില്ല, മെയിൻ ഭാഗം ആകെ 4 ഷീറ്റിൻ്റെ ഇത് വരുന്നുണ്ട്. ബാക്കിയെല്ലാം കട്ടിങ് ഷീറ്റാണ്. അപ്പം ഷീറ്റ് അടിച്ച് പിന്നെ കമത്തും അതേ കമ്പനിയുടെ കമത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആകാൻ പോകുന്നുണ്ട്. ഇച്ചിരി റിസ്ക് ഉള്ള ഏരിയ ആണ്. അപ്പം പിന്നെ അത്യാവശ്യം സേഫ്റ്റി എല്ലാം നോക്കിയിട്ട് തന്നെ പണിയെടുക്കണം. ഈ വർക്കിന് നമ്മൾ അത്യാവശ്യം നല്ല ചെരിവിട്ടിട്ടുണ്ട്. കാരണം ആ റോഡ് കണ്ടോ, ആ റോഡിൽ നിന്ന് നല്ല ഇങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട്. കാരണം അത് ഇച്ചിരി ഉയരത്തിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല കാഴ്ചയുണ്ട്. പിന്നെ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. കാരണം ഈ ഭാഗം കണ്ടോ, ഇവിടുന്ന് നോക്കുമ്പോൾ വീട് ഫുള്ളായിട്ട് നല്ലോണം കാണാം. കാരണം വീട് ലേശം താന്നിരിക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശം. 2 മണിയാകുമ്പോൾ മെയിൻ റോഡിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഇനിയിപ്പം ഭാവിയിൽ അവർക്ക് റൂം എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ സൈഡത്തെ ഷെയ്ഡങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് മൊത്തത്തിൽ ഭിത്തി കെട്ടി റെഡിയാക്കിയാൽ മതി. അപ്പം വെയിറ്റ് കുറഞ്ഞ കട്ടയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. വെട്ടുകല്ല് വെക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. വെയിറ്റ് കുറഞ്ഞ AC ബ്ലോക്ക് പോലത്തെ കട്ടകളുണ്ടല്ലോ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ഹാള് പോലെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം അധികം ഇപ്പം ആർക്കും അങ്ങനെ റൂമൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സംഭവത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കിൻ്റെ വീഡിയോകൾ വീണ്ടും കാണുന്നതിന് വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള വർക്കിൻ്റെ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ഒക്കെ പണിയുന്നവരും ഇതുപോലെ റൂഫിംഗ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. അതുപോലെ തന്നെ നമ്മൾ മാത്രമല്ല ഇതുപോലുള്ള വീഡിയോകളൊക്കെ കണ്ട് സംഭവം നോക്കിയിട്ട് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അബദ്ധം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള നെഗറ്റീവും പോസിറ്റീവായുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക് യു.